ട്രൂപ്പുകൾക്ക് അന്നൊരു പരിപാടിയുണ്ട്. ഞാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഗൾഫിൽ പോവുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോ നമ്മളോട് വെറുതെ ചില കമ്മിറ്റിക്കാര് നമ്മള് പരിപാടിക്ക് അവിടെ എത്തിക്കഴിയുമ്പം നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ ഇന്നൊരു സ്പോൺസർ ഉണ്ട്, ഒരു ഗൾഫുകാരൻ. അയാള് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങളെ ഗൾഫിൽ കൊണ്ടുപോകാനൊരു താല്പര്യമുണ്ട്, അതുകൊണ്ടാ വന്നേക്കുന്നത്. നമ്മൾ അന്നത്തെ ദിവസം ഡബിൾ പവറും ഡബിൾ ആത്മാർത്ഥതയും. കാരണം ആ ഗൾഫുകാരനുണ്ട്, അങ്ങനെ ഒരു ഗൾഫുകാരനും സദസ്സിലില്ല, ആരുമായിട്ട് കൊണ്ടുപോകാനും പോകുന്നില്ല. അങ്ങനെ ഒരു 5-6 സ്ഥലത്തായപ്പോ നമുക്ക് മനസ്സിലായി ഈ ഗൾഫുകാരൻ ലീവിന് വന്നിട്ടില്ലാത്ത ആളാണ്, അയാൾ അവിടെ എവിടെയോ ആണെന്നുള്ളത്. അങ്ങനത്തെ ഒരു പറച്ചിലാണ് ഈ പറഞ്ഞു എന്ന് പറയുന്നത്. വിദ്യാരേട്ടൻ ശ്രീമൂലത്തും പരിസരത്തൊക്കെ വരുമ്പോഴേ അയ്യോ എന്നോട് പറയണെന്നറിയോ, വിദ്യാരമാഷ കണ്ടെന്ന് ആരും പറയാറില്ല, അതേ കൽപ്പാന്താലം ഒന്നുണ്ടായില്ലെന്ന കാലിൽ അങ്ങനെ പറയണേ. എന്നെ കണ്ടപ്പോ പറയും കൽപ്പാന്താലം പോണെന്ന്. അല്ല, അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു ഹൈസ്കൂളിലത്തെ പ്രിൻസിപ്പാളേ ഒരു ലേഡി എന്നെ കണ്ടപ്പോ പറയാം, ദേ കൽപ്പാന്തക്കാരൻ വന്നു. കൽപ്പാന്തക്കാരൻ വന്നു. കൽപ്പാന്തക്കാരൻ. നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ബെന്നി പി നായരമ്പലം മാളച്ചേട്ടനെ ഓർക്കുന്നു. മാളച്ചേട്ടൻ നാടകക്കാരനായതുകൊണ്ട്, നാടക അഭിനേതാവായതുകൊണ്ട് നാടകത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. നാടകത്തെക്കുറിച്ചുള്ള എന്നോട് നാടകൃത്ത് എന്ന രീതിയിൽ എന്നോട് വളരെയധികം സൗഹൃദത്തോടെയും സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചു. അന്ന് ഞാൻ ചെറുപ്രായമാണ്. അപ്പോൾ ഇത്രയും ചെറുപ്പം ഉള്ള നാടകൃത്തുകൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെയധികം അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമ എഴുതാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ കീർത്തനം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അങ്ങനെ ആ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള അടുപ്പം ഏത് സമയത്തും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും നാടകങ്ങളെക്കുറിച്ചായിരിക്കും. ആ വർഷത്തെ നാടകങ്ങളെക്കുറിച്ചും കണ്ട നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതിനുശേഷം പിന്നെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് മാളച്ചേട്ടൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ചടങ്ങിനോടനുബന്ധപ്പെട്ട് മാളച്ചേട്ടനെ കണ്ടപ്പോൾ മാളച്ചേട്ടൻ അന്നൊരു കമൻറ്റ് എന്നോട് പറഞ്ഞു, ഈയിടെയായിട്ട് പേന മാള വഴി പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ അടുത്ത് തന്നെ മാള വഴി പേന പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു വിട്ടു. പിന്നീട് ചാന്തുപൊട്ടിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. എൻ്റെ അകത്ത് കണാരൻ എന്ന് പറയുന്ന ലാലേട്ടനോടൊപ്പമുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അതും നാടകമായതുകൊണ്ട് ആ നാടകത്തെക്കുറിച്ചും അന്ന് ഞങ്ങൾ ലൊക്കേഷനിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഞങ്ങളെപ്പോഴും ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളിലെല്ലാം സിനിമയേക്കാൾ ഉപരി നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. മാളച്ചേട്ടനെ നാടകം എന്ന് പറയുന്നത് ഒരു പ്രാണവായു പോലെ തന്നെയായിരുന്നു. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ആ നാടക ബന്ധമാണ് എനിക്ക് മാളച്ചേട്ടനായിട്ടുള്ളത്. ഒരു കലാകാരൻ പലതരത്തിലാണ് സമൂഹത്തെയും സൗഹൃദങ്ങളെയും സ്വാധീനിക്കുന്നത്. വ്യക്തി എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ. കലാകാരൻ എന്ന നിലയിൽ എന്ന് പറയുന്നതിൽ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ഏത് കലയിലാണ് ഒരാളുടെ നൈപുണ്യം എന്നതിനെ ആസ്പദമാക്കി നമ്മൾ ആ കലയോട് ചേർത്താണ് പലപ്പോഴും അയാളെ പറയുക. എന്നാൽ മാളച്ചേട്ടൻ എന്ന അതുല്യ നടൻ്റെ ഒരു എപ്പിസോഡിൻ്റെ ഒരു ദീർഘമായ യാത്ര അവസാനിക്കാറാകുമ്പോൾ വ്യക്തി എന്ന നിലയിൽ നിലപാടുകൾ കൊണ്ട്, സുഹൃത്തെന്ന നിലയിൽ അദ്ദേഹം പല സന്ദർഭങ്ങളിലും സൗഹൃദങ്ങളെ സ്വാധീനിച്ചതിൻ്റെ കഥകൾ കൊണ്ട്, സിനിമയിൽ ഗൗരവമുള്ളതും നർമ്മരസപ്രധാനതുമായ കുറേ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, താളമേളങ്ങളുടെ ആളായിക്കൊണ്ട്, സംഗീതത്തിൻ്റെ ആളായിക്കൊണ്ട്, അങ്ങനെ കലയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ ഒരാൾ തന്നെയായിരുന്നു മാള അരവിന്ദൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാകുന്നു. നന്ദി. ആൽബർട്ട് സൈനി.